ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. സൂപ്പർ കൺമണി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാഗർ സുജാതയും അവിടെ പിടിച്ചിരുത്തുകയാണ്, തനിക്കൊപ്പം ഇരുന്ന് കഴിക്കാൻ പറഞ്ഞിട്ട്. എന്നിട്ട് കൃഷ്ണനെ പറ്റിയൊക്കെ സംസാരിച്ചു തുടങ്ങുകയാണ്. എടോ, നമ്മുടെ ജീവിതത്തിലെ വെളിച്ചം തന്നെ അവനല്ലേ. ഇത്രയും നാളും ഈ രഹസ്യം മനസ്സിൽ സൂക്ഷിച്ച എനിക്ക് അവനേക്കാളും പ്രിയപ്പെട്ടതല്ല കൃപയും ബലരാമനും ഒന്നും. മക്കളുണ്ടാവുന്നത് കർമ്മഫലം മാത്രമല്ല. തനിക്ക് പറയാമോ, ഇന്നലെ വരെ കൃഷ്ണനെ സ്നേഹിച്ചതുപോലെ താൻ മറ്റുള്ളവരെ സ്നേഹിച്ചിട്ടുണ്ടെന്ന്? ഈശ്വരൻ നമുക്ക് അനുഗ്രഹിച്ചു തന്ന മകനാണ് കൃഷ്. സാഗർ പറഞ്ഞതിനോടൊക്കെ യോജിക്കുന്നുണ്ട് സുജാതയും. സാഗറിന് എന്നോടുള്ള സ്നേഹമാണ് നമ്മുടെ മോനോട് ഉള്ളതെന്ന് എനിക്കറിയാം. സാഗർ പറഞ്ഞത് തന്നെയാ സത്യം. എനിക്കും ഏറ്റവും പ്രിയം നമ്മുടെ മോനോട് തന്നെ. പക്ഷെ പെട്ടെന്ന് ഓരോന്ന് കേൾക്കുമ്പോഴുണ്ടാവുന്ന സങ്കടം അത് മാറിക്കോടും. ഇത് കേട്ട് സാഗറിന് സന്തോഷമാവുകയാണ്. എല്ലാം നമ്മൾ ഒരുമിച്ച് തന്നെ ശരിയാക്കുമെന്ന് വാക്ക് കൊടുക്കുകയാണ് സുജാതയ്ക്ക്. പെട്ടെന്നാണ് സാഗർ ആശുപത്രിയിൽ കൺമണിയും കൃപയും മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം ഓർക്കുന്നത്. കൃപയ്ക്കാണെങ്കിൽ കോളേജിൽ പോകണം, എനിക്കാണെങ്കിൽ ഇന്നൊരു മീറ്റിംഗും ഉണ്ട്. ചേച്ചിയമ്മയാണെങ്കിലോ അമ്പലത്തിൽ നിന്ന് വരാൻ വൈകുകയും ചെയ്യും. അതുകൊണ്ട് തനിക്കൊന്ന് ഹോസ്പിറ്റൽ വരെ പോകാൻ പറ്റുമെന്ന് സുജുവിനോടായിട്ട് ചോദിക്കുമ്പോൾ സുജു പോകാമെന്ന് തന്നെ സമ്മതിക്കുന്നുണ്ട്. അത് നന്നായെന്ന് പറയുന്നുണ്ട് തിരിച്ച് സാഗറും. കാരണം കഴിഞ്ഞ പ്രാവശ്യം താൻ പറയാതെ പോയിന്ന് അവൻ പരിഭവം പറഞ്ഞതാ. പിന്നെ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോഴേ കൺമണിക്കും കൃഷ്ണനും അവരുടെ ഫേവറേറ്റ് ദോശ കൊണ്ടുപോകാൻ താൻ മറക്കണ്ട കേട്ടോ. പിന്നെ ആ ചട്നിയും ഇതൊക്കെ ഞാൻ എടുത്തോളാന്ന് തന്നെ പറയുന്നുണ്ട് സുജാത. തുടർന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് റെഡിയാകാൻ പോകുന്ന സുജാതയോട് സാഗർ ഒരു കാര്യം കൂടെ ഞാൻ ചോദിച്ചോട്ടെ എന്ന് പറഞ്ഞ് അടുത്തേക്ക് ചെല്ലുകയാണ്. അത് പിന്നെ തനിക്ക് തന്റെ മകനോട് തന്നെയാണ് പ്രിയമെന്ന് പറഞ്ഞല്ലോ. അപ്പോഴേക്കും സുജാത അങ്ങോട്ട് ചോദിക്കുകയാണ്, സാഗറിനോട് ചോദിക്കുകയാണ്, ഏത് മകനെന്നാണോ? എന്നാൽ കേട്ടോ, എന്റെ മുന്നില് കൃഷും ബലരാമനും രണ്ടു മക്കളല്ല, ഒന്ന് തന്നെയാണ്. കൊടുക്കുമ്പോ കൈക്കൊമ്പിടിൽ അളന്നു കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് പകർന്നു കൊടുക്കുന്ന സ്നേഹത്തിന്റെ അളവൊന്നും എനിക്ക് പറയാൻ അറിയില്ല. ഏതായാലും സുജാതയുടെ വാക്കുകൾ കേട്ട് സാഗറിന് സമാധാനമാവുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് ഉറങ്ങി എഴുന്നേൽക്കുന്ന കൃഷ്ണന് കട്ടൻ ചായ എല്ലാം എടുത്തു കൊടുക്കുന്നുണ്ട് കൺമണി. കൃഷ് അത് കുടിക്കുന്നതിനോടൊപ്പം തന്നെ ചോദിക്കുന്നുണ്ട് കൺമണിയോട്, കൃപ പോയോന്ന്? പോയെന്ന് പറയുന്നുണ്ട് കൺമണി. അവളിപ്പോ ഇറങ്ങിയതേ ഉള്ളൂ. ഏതായാലും കൺമണി മാഡത്തിന് തിരക്കൊന്നും ഇല്ലാത്തത് എനിക്ക് സന്തോഷം എന്ന് പറയുന്നുണ്ട് കൃഷ്. അപ്പൊ കൺമണി കൊടുക്കുന്ന മറുപടി, അത് പിന്നെ ഞാൻ ഈ കൃഷ് സാർ എന്ന മഹാനിലേക്ക് ഒതുങ്ങിപ്പോയതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു തിരക്കും ഇല്ല. അത് കേട്ട് കൃഷ് അലിഗ ഡിസൈൻസിൽ എണ്ണം പറഞ്ഞ ജോലിയുള്ള ചീഫ് ഡിസൈനറാണ് ഈ പറയുന്നത്. ഒരു തിരക്കും ഇല്ലാന്ന്. വാട്ട് ആൻ എംപ്ലോയി. പക്ഷേ ഉടനെ കൺമണി അത് തിരുത്തും. ജോലിയും ഇമോഷൻസും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കണ്ട. എനിക്ക് അലിഗ എത്രത്തോളം പ്രധാനപ്പെട്ടതാണോ അത്രത്തോളം പ്രധാനപ്പെട്ടതാണ് ഈ MD. കൺമണിയുടെ ആ വാക്കുകൾ കേട്ടിട്ട് തന്നെ സംസാരിച്ച് തോൽപ്പിക്കാൻ പറ്റില്ലല്ലോ എന്നാണ് കൃഷ് പറയുന്നത്. അപ്പോഴാണ് ഒരു ഫോൺ കോൾ വരുന്നത്. സാഗറാണ് കൃഷിനെ വിളിക്കുന്നത്. കൃഷിനോടായിട്ട് സാഗർ ആദ്യം തന്നെ, മോനെ നീ ഭക്ഷണം കഴിച്ചോ? ഇല്ലച്ച, ഞാനിപ്പോൾ ഉണർന്നതേ ഉള്ളൂ എന്ന് കൃഷി പറയുന്നത് കേട്ടിട്ട്, എടാ നട്ടൊച്ച ആവാറായല്ലോ. എന്തായാലും ഞാൻ വിളിച്ചതേ, ഇന്ന് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് ക്യാൻറ്റീനിൽ നിന്നും വാങ്ങണ്ട. അത് രാവിലെ സുജാത തമ്പുരാട്ടി ഉണർന്ന് മോന് വേണ്ടി സ്വന്തം കൈകളാൽ നല്ല മൊരുമൊരാന്നുള്ള ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്. കൂട്ടത്തിൽ നല്ല കിടിലൻ ചമ്മന്തി. ഉടനെ കൃഷ്ണൻ പറയുന്നുണ്ട്, കേട്ടിട്ട് തന്നെ എനിക്ക് കൊതിയാവുന്നു. അമ്മ ഉണ്ടാക്കുന്നത് നല്ല സ്പെഷ്യൽ ദോശയും ചമ്മന്തിയും. ഇവിടെ ഈ ഹോസ്പിറ്റലിലെ ഭക്ഷണം കഴിച്ചിട്ടേ ആകെ സീനായിട്ടിരിക്കുക. അപ്പൊ സാഗറും, ഇനിയിപ്പോ ആ കംപ്ലൈന്റ് പറയണ്ടല്ലോ, നിങ്ങൾക്ക് രണ്ടുപേർക്കുള്ള ഭക്ഷണം സുജു അവിടെ കൊണ്ടുവരും. മോന് വേണ്ടി ഉണ്ടാക്കിയത് കൊണ്ടായിരിക്കാം എനിക്ക് കിട്ടിയ ദോശയൊക്കെ കരിഞ്ഞതായിരുന്നു. എന്തായാലും അരമണിക്കൂറിനുള്ളിൽ തന്നെ അമ്മ മകനും മരുമകൾക്കുമായിട്ട് ഭക്ഷണവുമായി അവിടെ ഓടിയെത്തും. ഞാനപ്പോ പെട്ടെന്ന് റെഡിയായിട്ട് ഓഫീസിലേക്ക് ഇറങ്ങട്ടെ. അവിടെ ജയമോഹൻ എന്തൊക്കെയാ കുളമാക്കി വെച്ചിരിക്കുന്നതെന്ന് അറിയണമല്ലോ. ഞാൻ ഓഫീസിലെ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് അങ്ങോട്ട് എത്തിയേക്കാന്ന് പറഞ്ഞ് സാഗർ ഫോൺ വെക്കുകയാണ്. അതിനുശേഷം കൃഷി കൺമണിയെ അറിയിക്കുന്നുണ്ട്, ഇന്ന് ക്യാൻറ്റീൻ ഫുഡ് ഒന്നും ഓർഡർ ചെയ്യണ്ട, നമുക്ക് വേണ്ടി അമ്മ ഫുഡും കൊണ്ട് വരുന്നുണ്ടെന്ന്. അപ്പൊ കൺമണി പറയും, ഓ, അമ്മ പറയാതെ പോയതില് മോനിവിടെ വിഷമിച്ചിരിക്കുന്നത് കൊണ്ട് പിണക്കം മാറ്റം വരുന്നതായിരിക്കും അല്ലെ? എന്നാൽ കൃഷി പറയും, നീ ഇത് കളിയാക്കി പറഞ്ഞതാണെങ്കിലും അത് തന്നെയാ സത്യം. എന്റെ അമ്മ അങ്ങനെയാണ്. ഇന്ന് രാവിലെ കൂടെ ഞാൻ ഓർത്തതേ ഉള്ളൂ അമ്മ ഉണ്ടാക്കിയ ഫുഡ് കഴിക്കണമെന്ന്. ദാ ഇപ്പൊ കണ്ടില്ലേ, ഞാനൊന്ന് മനസ്സിൽ ഓർത്താൽ മതി, അപ്പൊ എന്റെ അമ്മയ്ക്ക് മനസ്സിലാവും. അതാണ് ഞങ്ങൾ അമ്മയും മോനും തമ്മിലുള്ള കണക്ഷൻ. മനസ്സിലായോ? എന്നാൽ അത് കേട്ട് കൺമണിക്ക് കുശുമ്പ് തോന്നുകയാണ്. അമ്മയും മകനും തമ്മിലുള്ള കണക്ഷൻ ഉള്ള പോലെ ഇയാളും ഞാനും തമ്മിലും ഒരു കണക്ഷൻ ഇല്ലേ എന്ന് ചോദിക്കുമ്പോ ഉണ്ടല്ലോ എന്ന് കൃഷി സമ്മതിക്കുന്നുണ്ട്. അപ്പൊ കൺമണി പറയും, പിന്നെ എന്തുകൊണ്ട് അത് പറഞ്ഞില്ല? കൃഷി മറുപടി കൊടുക്കുന്നത്, പറഞ്ഞ സത്യമാണെങ്കിൽ അത് നടക്കണം, ഇല്ലെങ്കിൽ പറഞ്ഞിട്ട് ഒരു കാര്യമില്ലല്ലോ. അമ്മയുടെ കൈ കൊണ്ടുണ്ടാക്കിയ ഫുഡ് ഞാൻ ആഗ്രഹിച്ചതുപോലെ ആ ഫുഡ് വരുന്നതിന് മുമ്പ് എന്റെ പെണ്ണിന്റെ കൂടെ ഒരേ ബെഡിൽ കൃഷി അത് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പേ കൺമണിക്ക് കാര്യം പിടികിട്ടി. എന്നാൽ സ്ലീപ്പിംഗ് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ, അങ്ങനെ ഞാൻ ആഗ്രഹിച്ചിരുന്നു.
അത് ഈ മനസ്സിന് തോന്നിയെങ്കിൽ നമ്മൾ തമ്മിലുള്ള കണക്ഷൻ ഓക്കെ. ഒരു വിധത്തിൽ കൃഷി കാര്യം അവതരിപ്പിച്ച് കൺമണിയോട് തോന്നിയോ എന്ന് ചോദിക്കുകയാണ് അവസാനം. കൺമണിയാണെങ്കിൽ ഉടനെ തന്നെ കൃഷിന്റെ അടുത്ത് കയറി കിടക്കുകയാണ്. കൺമണി അടുത്ത് കിടന്നതും കൃഷി കെട്ടിപ്പിടിക്കാനൊക്കെ തുടങ്ങുന്നുണ്ട്. പക്ഷെ കൺമണി പറയും അതൊന്നും വേണ്ട, ഇങ്ങനെ കിടക്കുന്നത് കണ്ടോട്ടെ, ആ നേഴ്സെങ്ങാനും കയറി വന്ന ഈ നിമിഷം രണ്ടിനെയും ഡിസ്ചാർജ് ചെയ്യും. അത്രയും പറഞ്ഞുകൊണ്ട് കൺമണി വേഗം എഴുന്നേൽക്കുന്നുമുണ്ട്. ഇത്തിരി നേരം കൂടെ ഒരുമിച്ച് കിടക്കാമായിരുന്നു എന്ന് കൃഷി ഒരു പരിഭവമായിട്ട് പറഞ്ഞെങ്കിലും കൺമണി മിണ്ടിയില്ല. പകരം കൺമണിയുടെ മൗനത്തിൽ ഒളിപ്പിച്ച ആ ചിരി കൃഷിന്റെ സകല പരിഭവങ്ങളെയും അലിയിച്ചു കളഞ്ഞു. അതിനുശേഷം കാണിക്കുന്നത് സ്റ്റാഫുകൾ ജോലിയിൽ മുഴുകിയിരിക്കെ അവരുടെ അടുത്തേക്ക് ചെന്ന് ഇരുന്നുകൊണ്ട് മാനസ പതുക്കെ അവരോടായിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ രണ്ടുപേർക്ക് എന്നോട് നല്ല ദേഷ്യമായിരിക്കും അല്ലേ? എന്നാൽ ജോലിയിൽ നിന്ന് കണ്ണെടുക്കാതെ തന്നെ അതിലൊരു സ്റ്റാഫ് മറുപടി നൽകി, മാഡം ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് ജോലികളുണ്ട്, വെറുതെ സംസാരിച്ചിരുന്ന സമയം കളഞ്ഞാൽ പിന്നെ ആരുടെയെങ്കിലും ഒക്കെ വഴക്ക് കേൾക്കേണ്ടി വരുമെന്ന്. മാനസയെ ഉദ്ദേശിച്ച് അവരങ്ങനെ പറഞ്ഞതും മാനസ അവരോടായിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് ഇപ്പോഴും ആ വിഷയം തന്നെയാണല്ലേ പറയാനുള്ളത്? അത് കേട്ട് അവര് പരിഹസിക്കരുതെന്ന് മാനസയോട് പറഞ്ഞപ്പോ, ഞാൻ പരിഹസിച്ചതല്ലടോ, നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ട്രെയിനിങ് ആയിരുന്നു അതെന്ന് പോലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ. എന്നാൽ അത് കേട്ട് അവര് സംശയത്തോടെ ചോദിക്കുകയാണ്, ഞങ്ങൾ നല്ല രീതിയിൽ വർക്ക് ചെയ്തതല്ലേ, എന്നിട്ടും എന്തിനായിരുന്നു എന്ന്. മാനസ അതിന് അവർക്ക് കൊടുക്കുന്ന മറുപടി, അതെല്ലാം എന്റെ ജോലിയുടെ ഭാഗമായിരുന്നു. തുടർന്ന് അവർക്ക് വ്യക്തമാക്കി കൊടുക്കുകയാണ്, മനസ്സിലായില്ല അല്ലെ? ഓഫീസിൽ സ്റ്റാഫിന്റെ ആറ്റിറ്റ്യൂഡും ആങ്കർ മാനേജ്മെന്റും ടെസ്റ്റ് ചെയ്യാൻ നടത്തുന്ന ഒരു ടെസ്റ്റോ ട്രെയിനിങ്ങോ എന്നൊക്കെ പറയാം. എസ്പെഷ്യലി പെട്ടെന്ന് അങ്ങോട്ട് ദേഷ്യപ്പെടുമ്പോ എന്റെ സ്റ്റാഫുകൾ തിരിച്ചെങ്ങനെ പ്രതികരിക്കുന്നു, പെട്ടെന്ന് റിയാക്ട് ചെയ്യോ, ദേഷ്യപ്പെടുമോ എന്നൊക്കെ അറിയാം. മാനസ പറഞ്ഞതെല്ലാം അവരും വിശ്വസിച്ചു പോവുകയാണ്. തുടർന്ന് മാനസ അവരെ അറിയിക്കുന്നുണ്ട്. മാത്രമല്ല, ഞാൻ ദേഷ്യപ്പെട്ടപ്പോ ആങ്കർ കൺട്രോൾ ചെയ്ത് നിങ്ങൾ ടെസ്റ്റ് പാസ് ആവുകയും ചെയ്തു. അങ്ങനെ സ്റ്റാഫ്സിനെ കയ്യിലെടുക്കാൻ വേണ്ടി മാനസ അവർക്ക് ലക്ഷറി പെർഫ്യൂംസ് ഒക്കെ ഗിഫ്റ്റ് ആയിട്ട് സമ്മാനിക്കുന്നു. അവർക്കും സന്തോഷം. മാനസ അവിടെ നിന്ന് എണീറ്റ് പോയി കഴിഞ്ഞപ്പോ മാനസയോടുള്ള ആദരവും സ്നേഹവും ഒക്കെ അവർ പരസ്പരം പങ്കുവെച്ചുകൊണ്ടിരുന്നു. എങ്കിലും മാനസ മാഡത്തിന് ഇതെങ്ങനെ ഇത്ര വലിയൊരു മാറ്റം വന്നു, എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്നൊരു സ്റ്റാഫ് പറഞ്ഞപ്പോ മറ്റേയാളത് ശരിവെച്ചുകൊണ്ട് ചിരിയോടെ മറുപടി നൽകി, ആദ്യം എനിക്കും അത് വിശ്വസിക്കാൻ പാടായിരുന്നു, പക്ഷെ ഇപ്പൊ എല്ലാം സെറ്റായി. മാഡം ഇങ്ങനെ ഓരോ ഗിഫ്റ്റും തരുമെങ്കിലും ദിവസവും വഴക്ക് കേൾക്കാൻ പോലും ഞാൻ റെഡിയാ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് രണ്ടുപേരും പൊട്ടിച്ചിരിച്ചുകൊണ്ട് ജോലിയിൽ മുഴുകി. സ്റ്റാഫുകൾ അങ്ങനെ സമ്മാനങ്ങൾ കണ്ട് ആഹ്ലാദിക്കുന്നതും ചിരിക്കുന്നതും ഒക്കെ നമ്മുടെ മാനസ ഗൂഢമായ ചിരിയോടെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അവരുടെ ഓരോ ചലനവും നിരീക്ഷിച്ചുകൊണ്ട് മാനസ മനസ്സിൽ പറഞ്ഞു, ഓരോരോ ഐഡിയകൾ ഒപ്പിക്കുമ്പോൾ പലപ്പോഴും അത് പാളിപ്പോകാറായിരുന്നു പതിവ്. പക്ഷേ ഇത്തവണ എല്ലാം കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. ഓരോന്നായി തിരിച്ചടിച്ചിരുന്ന കാലമെല്ലാം ഇനിയെല്ലാം എനിക്ക് അനുകൂലമാകും. ഈ മാനസ ഇനി അലികയുടെ പൊന്നോമനയാകും. പതുക്കെ പതുക്കെ അലികയുടെ ഓരോ സ്റ്റാഫിനെയും ഞാൻ എന്റെ പക്ഷത്തേക്ക് എത്തിക്കും. കളി ഇനി എന്റെ വഴിക്കാണ്. നിറഞ്ഞ പ്രതീക്ഷയോടെയും ആത്മവിശ്വാസത്തോടെയും മാനസ അങ്ങനെ മനസ്സിൽ പറഞ്ഞു. തുടർന്ന് കൃഷി പരിഭവത്തോടെ കൺമണിയോടായിട്ട് പറയുകയാണ്, എത്ര ദിവസമായി ഈ ഹോസ്പിറ്റലിലെ മരവിച്ച ഭക്ഷണവും കഴിച്ചിരിക്കുന്നു, ഇന്നെങ്കിലും എന്റെ അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാലോ. കൃഷിന്റെ സന്തോഷം കണ്ടിട്ട് അമ്മ വരുന്നു എന്ന് പറഞ്ഞപ്പോ തന്നെ ആ മുഖത്തെ സന്തോഷം കണ്ടില്ലേ? അതങ്ങനെയാണ്. പണ്ടും എല്ലായിടത്തും അമ്മ എന്നെ കൊണ്ടാക്കുന്നതും വിളിച്ചോണ്ട് വരുന്നതും ഒക്കെയായിരുന്നു എന്റെ സന്തോഷം. ഇപ്പോഴും അത് അങ്ങനെ തന്നെ. ഇന്നിപ്പോ അമ്മയുടെ സ്പെഷ്യൽ ദോശയും കഴിക്കാലോ. സ്പെഷ്യൽ ദോശ എന്ന് കൃഷി ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് കേട്ടിട്ട് കൺമണി അത് എന്താണെന്ന് ചോദിക്കുകയാണ്. അപ്പൊ കൃഷി പറഞ്ഞു കൊടുക്കും, അങ്ങനെയൊന്നും ഉണ്ട്, എന്റെ ഇഷ്ടത്തിന് അമ്മ ദോശ നല്ല മൊരിച്ചുണ്ടാക്കും, അതിന്റെ കൂടെ അമ്മ ഉണ്ടാക്കുന്ന ഒരു ചമ്മന്തി ഉണ്ട് മോളെ, എന്താ അതിന്റെയൊക്കെ ടേസ്റ്റ് എന്നറിയൂ. അല്ല, ഞാനായിട്ട് എന്തിനാ പറയുന്നത്, അമ്മ അതിപ്പോ കൊണ്ടുവരുമല്ലോ, അപ്പൊ കഴിച്ചു നോക്കിയിട്ട് പറയാം. നോക്കാന്ന് പറയുന്നുണ്ട് ചിരിയോടെ കൺമണിയും. സുജാതയെ പറ്റി പറഞ്ഞു തീർന്നതും സുജാത അവിടേക്ക് വരികയാണ്. കൃഷ്ണനെ തൊട്ട് തലോടിക്കൊണ്ട് സുജാത ചോദിക്കുകയാണ്, മോനെ നിനക്കിപ്പോ എങ്ങനെയുണ്ട്? എനിക്ക് കുഴപ്പമൊന്നുമില്ല. അല്ല, ദോശ എവിടെ? അമ്മ ഇന്ന് എനിക്ക് വേണ്ടി സ്പെഷ്യൽ ദോശ ഉണ്ടാക്കിക്കൊണ്ട് വരുമെന്നുള്ള സസ്പെൻസ് ഒക്കെ സാഗർ പൊളിച്ചു കേട്ടോ. അപ്പം മുതൽ കട്ട വെയിറ്റിംഗിലാണ്. തന്നാൽ മാത്രം പോരാ, അമ്മ തന്നെ വാരി തരികയും വേണം എനിക്ക്. എന്നാൽ പെട്ടെന്നാണ് സുജാത വിഷമത്തോടെ അത് പറയുന്നത്, ഞാൻ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് വരാൻ മറന്നുപോയല്ലോ എന്ന്. സുജാത അത് വെറുതെ പറ്റിക്കാൻ പറഞ്ഞതെന്നാണ് കൃഷി കരുതിയത്. അമ്മേ, ഫുഡ് തണുത്തു പോകും കേട്ടോ, തണുത്തു പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്കത് കഴിക്കാൻ ഇഷ്ടമല്ലെന്ന് അമ്മയ്ക്ക് അറിയാലോ, അതുകൊണ്ട് വേഗം ദോശ എടുക്ക്. എന്നാൽ സുജാത വിഷമത്തോടെ അറിയിക്കും, മോനെ നിന്നെ ഞാൻ ഇങ്ങോട്ട് കാണാൻ വരുന്നതിന്റെ തിരക്കില് എടുക്കാൻ മറന്നുപോയി ഞാനത്. എന്നിട്ടും കൃഷി അത് വിശ്വസിച്ചില്ല. അമ്മയെ വെറുതെ പറ്റിക്കാൻ പറയട്ടെ കേട്ടോ. കൺമണി, അമ്മ അത് പുറത്തു വെച്ചിട്ടുണ്ടാവും, നീ പോയി എടുത്തോട്ട് വാ. കൺമണി ഇത് കേട്ട് പുറത്തേക്ക് പോകാൻ തുടങ്ങുന്നതും സുജാത കൺമണിയോട് പറയുകയാണ്, മോളെ സത്യമായിട്ടും അമ്മ മറന്നുപോയി, ഞാൻ എടുത്തില്ല. എന്നാലും എന്തായിരിക്കും ഞാനത് മറന്നുപോയത്, ഞാൻ ഓർത്തില്ലല്ലോ, എന്റെ മോനെ ഇവിടെ വിശന്നിരിക്കുകയാണെന്ന് എന്നൊക്കെ പറഞ്ഞ് സുജാത സ്വയം പഴിക്കുന്നുണ്ട്. തുടർന്ന് സുജാത, എങ്കിൽ പിന്നെ ഞാനൊരു കാര്യം ചെയ്യട്ടെ, അമ്മ തന്നെ ക്യാൻറ്റീനിൽ പോയിട്ട് ഫുഡ് വാങ്ങിക്കൊണ്ട് വരട്ടെ. അല്ലെങ്കിൽ വേണ്ട, അമ്മ ആന്റിയമ്മയെ വിളിച്ച് ഫുഡ് കൊണ്ടുവരാൻ പറയാം, എന്നിട്ട് അമ്മ തന്നെ മോന് ഫുഡ് വാരി തരാം. കൃഷ് ആണെങ്കിൽ അപ്പോഴേക്കും നിരാശയോടെ മിണ്ടാതാവുകയാണ്. കൃഷ് ഒന്നും മിണ്ടാത്തത് കാണുമ്പോൾ സുജാതയ്ക്ക് സങ്കടമാവുന്നുണ്ട്. മോനെ നീ എന്തെങ്കിലും ഒന്ന് പറ. കൃഷ് അപ്പൊ ചിരിച്ചോണ്ട് പറയും, എനിക്ക് വിശപ്പൊന്നും
കുഴപ്പമൊന്നുമില്ല അമ്മ. പക്ഷേ അമ്മയ്ക്ക് എന്തോ നല്ല മാറ്റമുണ്ട് കേട്ടോ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എന്റെ കാര്യങ്ങളെല്ലാം അമ്മ മറന്നു പോകുന്ന പോലെ, എന്നെ തന്നെ അമ്മ മറന്നുപോയതുപോലെ. കൃഷ് അങ്ങനെ പരിഭവവും സങ്കടവും കലർന്ന സ്വരത്തിൽ പറഞ്ഞത് കേട്ട് സുജാതയുടെ നെഞ്ചൊന്ന് പിടഞ്ഞു. കൃഷിന്റെ അരികിലേക്ക് ചേർന്നിരുന്ന് സുജാത എന്നിട്ട് വിതുമ്പലോടെ പറയുന്നുണ്ടായിരുന്നു, എന്റെ മോനെ അങ്ങനെ പറയല്ലേ, നീ അമ്മയുടെ ജീവനല്ലേ, നിന്നെ മറക്കാൻ ഈ അമ്മയ്ക്ക് കഴിയുമോ? പക്ഷെ മോനെ, അമ്മ സത്യമായിട്ടും മറന്നു പോകുന്നതാ, മനഃപൂർവ്വമല്ല. എന്നാലും ഇങ്ങനെയെല്ലാം മറന്നു പോകാൻ എനിക്ക് എങ്ങനെ കഴിയുന്നു? ഈ നിമിഷം എന്റെ മനസ്സിൽ എന്താണെന്നോ, ഞാൻ എന്താണ് ചെയ്യുന്നതെന്നോ എനിക്ക് പോലും തിരിച്ചറിയാൻ വയ്യാത്ത അവസ്ഥയിലാണ് ഞാൻ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് സുജാത കരയാൻ തുടങ്ങുമ്പോൾ കൃഷ് സുജാതയെ ആശ്വസിപ്പിക്കാൻ എന്നോണം പറയുന്നുണ്ട്, അയ്യേ എന്റെ അമ്മയുടെ കണ്ണ് നിറയുന്നു, എനിക്കൊന്നും വേണ്ട അമ്മേ, എന്റെ അമ്മ എന്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുന്നത് തന്നെ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. പിന്നെ അമ്മ ദോശ കൊണ്ടുവരുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അല്പം കൊതിയൊക്കെ വന്നു. ഈ കൺമണിയുടെ മുമ്പിൽ അമ്മയുടെ ദോശയെപ്പറ്റി ഞാൻ എന്തൊരു ഹൈപ്പാണ് കൊടുത്തതെന്ന് അറിയൂ. ഞാനാകെ ചമ്മിപ്പോയി. ഇത്രയും പറഞ്ഞുകൊണ്ട് സുജാതയോട് ചിരിക്കാനൊക്കെ പറയുന്നുണ്ട്. മാത്രമല്ല, അമ്മ ദോശ കൊണ്ടുവരാത്തത് കൊണ്ട് ഇവിടെ വലിയൊരു കുടുംബകലഹമാണ് ഒഴിവായത്. കാരണം ഞാൻ അമ്മയുടെ കൈ കൊണ്ടുണ്ടാക്കിയ ദോശയെപ്പറ്റി ഒത്തിരി പുകഴ്ത്തി പറഞ്ഞപ്പോഴേ കൺമണി പറയുകയാ, അത്രയൊന്നും ഉണ്ടാവില്ല, ഒരു ആവറേജ് ദോശ ഉണ്ടാവുള്ളൂ. ഇയാൾ അതിനേക്കാൾ നല്ല ദോശയും ചമ്മന്തി ഉണ്ടാക്കുമെന്ന് എന്നോട് പറഞ്ഞു. അപ്പോഴേക്കും കൺമണി സുജാതയോടായിട്ട്, അയ്യോ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലെന്ന് പറയുന്നുണ്ടെങ്കിലും നേരിട്ട് പറഞ്ഞില്ല, പക്ഷെ മനസ്സിൽ പറഞ്ഞു. കൺമണി മനസ്സിൽ പറഞ്ഞത് ഞാൻ വായിച്ചു. ഇനിയിപ്പോ കൺമണി ഉണ്ടാക്കിയ ദോശയും അമ്മ ഉണ്ടാക്കിയ ദോശയും നിന്നിട്ട് ഞാൻ മാർക്കിടാൻ നിന്നാലേ വലിയൊരു യുദ്ധം തന്നെ പൊട്ടി പുറപ്പെട്ടേക്കാം. അമ്മായിമ്മയും മരുമകളും തമ്മിൽ ആദ്യ പോര് സംഭവിച്ചതായി ചരിത്രം രേഖപ്പെടുത്തുകയും ചെയ്യും. പക്ഷെ ദോശ കൊണ്ടുവരാത്തത് കൊണ്ട് അതിപ്പോ ഇല്ലാതായില്ലേ? അതിലല്ലേ കാര്യം. സുജാതയുടെ സങ്കടം മാറ്റാൻ കൃഷി തന്റെ തമാശകൾ ഇങ്ങനെയെല്ലാം പുറത്തെടുക്കുന്നതും സുജാതയ്ക്കും ചിരി അടക്കാനായില്ല. കൂടെ കൺമണിയും ചിരിക്കും. പിന്നീട് മാനസ കൃഷിന്റെ വീട്ടിലേക്ക് എത്തുകയാണ്. മാനസയെ കാണുന്നതും ആന്റിയമ്മ സ്നേഹത്തോടെ സ്വീകരിക്കുന്നുണ്ട്. എന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ വന്നതെന്ന് ചോദിക്കുമ്പോ, ഓ ആന്റിയമ്മയെ കാണാൻ എനിക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കണം, അതും പറഞ്ഞ് മാനസ ആന്റിയമ്മയ്ക്ക് വാങ്ങിക്കൊണ്ട് വന്ന് ഫേവറേറ്റ് സ്വീറ്റ്സും ഗിഫ്റ്റ്സും ഒക്കെ സമ്മാനിക്കുകയാണ്. അതോടൊപ്പം മനസ്സ് പറയും, ഞാനിതൊക്കെ സന്തോഷമായിട്ട് തരുന്നതല്ലേ, എനിക്ക് സ്നേഹത്തോടെയും സ്വാതന്ത്ര്യത്തോടെയും വരാനും കാണാനും ഇവിടെ ആന്റിയമ്മയല്ലേ ഉള്ളൂ, ബാക്കിയുള്ളവർക്ക് ഞാൻ വില്ലത്തിയും ദുഷ്ടയും ജയിലിൽ കിടന്നോളും ഒക്കെ. എന്നാൽ ഇത് കേട്ട ആന്റിയമ്മ പറയും, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നീ എനിക്ക് എന്റെ സ്വന്തം മോളെ പോലെ, നിന്നെ തള്ളി പറയാൻ ഈ ആന്റിയമ്മയ്ക്ക് ഒരിക്കലും കഴിയില്ല മോളെ. ഉടനെ മാനസ, കാണാൻ തോന്നുമ്പോഴെല്ലാം ഞാൻ ഓടി വരുന്നതാ കുഞ്ഞിലേ മുതലേ ഇവിടേക്ക്, പക്ഷെ ഇപ്പോ ഒളിച്ചും പാത്തും വരേണ്ട അവസ്ഥയിലായി. എന്നെ കണ്ടാൽ കഴുത്തിന് കുത്തിപ്പിടിച്ച് പുറത്തു തള്ളിയാലോ? അത് കേട്ട ആന്റിയമ്മയ്ക്ക് സങ്കടമാവുന്നുണ്ട്. നീ ഇങ്ങനെയൊന്നും പറയില്ലേ മോളെ, നീ എല്ലാം ചെയ്തത് കൃഷിനോടുള്ള ഇഷ്ടം കൊണ്ടാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയും. നീ കൃഷിന്റെ ഭാര്യയായി ഈ വീട്ടിലേക്ക് കയറി വരുന്ന ദിവസം കാത്തിരിക്കുന്നവള് തന്നെയാ ഞാൻ. അതിനായി നിനക്കൊപ്പം നിന്ന നീ വിശ്വസിച്ച കൺമണി നിന്നെ വഞ്ചിച്ചു എന്നറിഞ്ഞപ്പോ ആന്റിയമ്മയ്ക്ക് അത് സഹിച്ചില്ല. അന്നു മുതല് ആ കൺമണിക്ക് എന്റെ മനസ്സിൽ ഇടവില്ല. കൃഷി നിന്നിൽ നിന്ന് അകന്നപ്പോ ബലരാമന്റെ വധുവായി വരുമെന്ന് ഞാൻ കരുതി, അതും നടന്നില്ല. എന്നാൽ ഇതൊക്കെ കേട്ടിട്ട് മാനസ ചോദിക്കുകയാണ്, ആ ആഗ്രഹങ്ങളൊക്കെ ഇനിയും സാധിച്ചുകൂടെ ആന്റിയമ്മേ? തുടർന്ന് ആന്റിയമ്മയോട് ചോദിക്കുകയാണ്, ആദ്യം ആന്റിയമ്മ ഇത് പറ, ഞാൻ കൃഷിന്റെ ഭാര്യയായിട്ട് വരുന്നതാണോ ബലരാമന്റെ ഭാര്യയായിട്ട് വരുന്നതാണോ ആന്റിയമ്മയ്ക്ക് കൂടുതൽ സന്തോഷം? എന്നാൽ ആന്റിയമ്മയ്ക്ക് അത് പറയാൻ ചമ്മലാവുകയാണ്. ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യമെന്ന് ചോദിക്കുകയാണ്. എന്നാൽ മാനസ പറയും, കാര്യമുണ്ട് ആന്റിയമ്മേ, ആന്റിയമ്മ പറ. ആന്റിയമ്മ എന്തോ പറയാൻ തുടങ്ങുമ്പോഴേക്കും മാനസ ചാടിക്കേറി പറയും, എനിക്കറിയാം ആന്റിയമ്മയുടെ മനസ്സിൽ ആദ്യം വന്നത് കൃഷിന്റെ പേരല്ലേ, എനിക്കും അതെ. കൃഷി ഇപ്പോഴും എന്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. ഞാനും കൃഷിയുമായിട്ടുള്ള ജീവിതത്തെക്കുറിച്ച് നമുക്ക് ഒന്നുകൂടെ ആലോചിച്ചുകൂടെ ആന്റിയമ്മേ? ഉടനെ ആന്റിയമ്മ അത് കേട്ടിട്ട്, ആ മോള് പറയുന്നത് സന്തോഷമുള്ള കാര്യം തന്നെയാണ്, പക്ഷെ അതെങ്ങനെ എന്ന് ചോദിക്കുകയാണ്.